ബദർ യുദ്ധത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഖൈമ കെട്ടിയ സ്ഥലമാണിത്. മസ്ജിദുൽ അരീഷ് എന്ന പേരിൽ അവർ ഇവിടെ ആ സ്ഥലം അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു പള്ളി ഇന്നത്തെ സൗദി ഗവൺമെൻറ് നിലനിർത്തുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന ഈ ഗ്രൗണ്ടിലാണ്, ഈ ഗ്രൗണ്ടിൽ ഈ കാണുന്ന ഈ കല്ലിട്ട് മൂടിയ ഒരു ഹൗദിനെ പോലുള്ള സ്ഥലത്താണ് അബൂജഹലിനെ കുഴിച്ചിട്ടത് ആ കിണർ എന്നും അല്ല. ആ ലാസ്റ്റ് അവിടെ കാണുന്ന, അവിടെ മൂലയിൽ കാണുന്ന ഒരു കല്ലും കൂട്ടുണ്ടല്ലോ ഈ ഗ്രൗണ്ടിൽ, അവിടെയാണ് പട്ടാണികളൊക്കെ അവിടെ പോയിട്ട്, നമ്മളെ പാകിസ്ഥാനി സഹോദരന്മാരൊക്കെ അവിടെ പോയിട്ട് അതിനെ കല്ലെടുത്ത് എറിയുന്നുണ്ട്. അവിടെയാണ് എന്നും ഒരു അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഈ സ്ഥലത്ത് ആണ്, ഈ മൊത്തത്തിൽ ഈ ഏരിയയിലാണ് അവരെ കബറടക്കി എന്നാണ് പറയുന്നത്. പിന്നെ ഈ മൈതാനിയിലാണ് യുദ്ധം നടന്നത് എന്നാണ് ഇവിടെ നിന്ന് കുറച്ച് ഗൈഡുമാർ പറഞ്ഞു തന്നത്. ഈ താഴെയുള്ള ഈ സ്ഥലം മുകളിലെ ഭാഗമായിട്ട് ഇവിടെയാണ് യുദ്ധം നടന്നത് എന്ന്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെൻറ്റ് കെട്ടിയത് ഇവിടെയാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിരുന്നു സ്വഹാബാക്കളൊക്കെ. എന്നാൽ ഇതിൻ്റെ അങ്ങേ പുറത്ത് ആ ഭാഗത്താണ് ഖുറൈശികൾ അവരുടെ ടെൻറ്റ് ഉണ്ടായിരുന്നത് എന്നും പറയാൻ പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടങ്ങളിലൊക്കെ വന്ന് ഈ ആസാറുകളൊക്കെ മനസ്സിലാക്കി സ്വഹാബാക്കി റാമിനെ ഇവരൊക്കെ കാണാനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഗല്ലിയുടെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കുണ്ട് അപ്പുറത്തുനിന്ന് മുകളിൽ നിന്ന് കാണുമ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന ഈത്തപ്പനത്തോട്ടത്തിൻ്റെ അപ്പുറത്തുള്ള ആ സൈഡിലാണ് എന്തുള്ളത്, ബദർ ശുഹദാക്കളുടെ ആ കെട്ടുള്ളത്. ആ കെട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം, കാണേണ്ട അതിൻ്റെ അപ്പുറത്താണ്. നമ്മൾ എല്ലാവരും വന്ന് നിൽക്കുന്ന അവിടെയല്ല, അതിൻ്റെ ബാക്ക് ഭാഗത്താണ്. അവിടെ കുറേ കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട പോലെ തോന്നും. അവിടെയാണ് ആ മക്ബറ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, ഇവിടെ പാകിസ്ഥാനി സഹോദരന്മാർ കല്ലെടുത്തെറിയണത് അത് അബൂജഹലിൻ്റെ ഖബറാണ് എന്നുള്ള നിലക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേപോലെ അവിടെയും അത് കാണുന്നുണ്ട്. ഓക്കെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പുണ്യഭൂമിയിൽ പലവട്ടം നമുക്ക് എല്ലാവർക്കും വരാനും മക്കയും മദീനയും കാണാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിക്കുവാനും റൗള സിയാറത്ത് ചെയ്യുവാനും കഅബ തവാഫ് ചെയ്യുവാനും ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് പലവട്ടം തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.